ഹായ് ഹലോ, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഞാൻ സുഖമായിട്ടിരിക്കുന്നു. അപ്പം ഞാൻ ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, കീമോ എടുക്കുന്ന സമയത്ത് എന്തൊക്കെ ഫുഡ് കഴിക്കണം എന്നുള്ളത് നമുക്കൊരു സംശയമാണ്. അപ്പം പലരും ഡോക്ടേഴ്സ് പറഞ്ഞിട്ടുണ്ടാവും എന്തൊക്കെ ഫുഡുകൾ കഴിക്കണം എന്നുള്ളത്. അപ്പം കീമോയുടെ സമയത്ത് എന്തൊക്കെ അവോയ്ഡ് ചെയ്യണം എന്നുള്ളതും ഡോക്ടേഴ്സ് പറഞ്ഞു തന്ന കാര്യമായിരിക്കും. അപ്പം അതെല്ലാം നമ്മൾ അതേപടി ചെയ്യുന്നുണ്ടാവാം. പക്ഷേ കീമോ കഴിഞ്ഞ ശേഷം നമ്മൾ നോർമൽ ലൈഫിലേക്ക് വന്ന ശേഷം എന്തെല്ലാം ഫുഡ് കഴിക്കണം എന്നുള്ളത് ഒരു ചോദ്യചിഹ്നമാണ്. നമ്മളൊരു പുതിയ ആളായിട്ട് നമ്മുടെ ശരീരം ഒന്ന് റീസെറ്റ് ചെയ്തിട്ട് തിരിച്ചു വരികയാണ്. അപ്പം നമുക്ക് പലതും കഴിക്കാനോ എന്തെങ്കിലുമൊക്കെ എന്താ പറയുക, എന്ത് കഴിക്കണം എന്ത് കഴിക്കേണ്ട എന്നൊക്കെയുള്ള ഒരു സംശയം വന്നേക്കാം. അപ്പോൾ എന്നോട് കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു, എൻ്റെ പേഷ്യൻസ് ആയാലും ആരായാലും എന്നോട് ചോദിക്കുന്നൊരു കാര്യമാണ്, സിസ്റ്ററെ ഞങ്ങൾക്ക് ഇത് കീമോ കഴിഞ്ഞു, ഇനിയിപ്പം എന്തൊക്കെ ഭക്ഷണങ്ങൾ കഴിക്കണം എന്നുള്ള ക്വസ്റ്റ്യൻ വരാറുണ്ട്. നോർമലായിട്ട് എന്തൊക്കെയാണ് കഴിക്കേണ്ടതെന്നുള്ളത് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ലൊരു ഫുഡ് പാറ്റേൺ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. പക്ഷേ നമ്മുടെ ഈ ഒരു തിരക്ക് പിടിച്ച ലൈഫിൽ പലപ്പോഴും നമുക്ക് ഒരു നല്ലൊരു ഫുഡ് പാറ്റേൺ ഉണ്ടാക്കിയെടുക്കാനൊന്നും കഴിഞ്ഞു എന്ന് വരില്ല. ഞാൻ എൻ്റെ അവസ്ഥയാണ് ഞാൻ പറയുന്നത്, എൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത്. ഞാൻ പലരോടും പറഞ്ഞു കൊടുക്കുന്ന ഒരു കാര്യമാണ് ഞാനിവിടെ ഷെയർ ചെയ്യുന്നത്. അപ്പം നിങ്ങൾക്ക് പലർക്കും പല അഭിപ്രായം ഉണ്ടായിരിക്കും. കാരണം ഓരോരുത്തർക്കും അവരവരുടെ ഡോക്ടേഴ്സ് ഇന്നത് കഴിക്കണമെന്നും അല്ലെങ്കിൽ അവർ അറിയുന്ന ആൾക്കാർ ഇന്നത് കഴിക്കണം എന്നൊക്കെ ഒരു ലിസ്റ്റ് കൊടുത്തിട്ടുണ്ടാവും. അങ്ങനെ കഴിക്കുന്നവർക്ക് അങ്ങനെ കഴിക്കാം. പക്ഷെ ഞാൻ എൻ്റെ ഒരു റൂട്ടീനാണ് ഞാനിവിടെ ഷെയർ ചെയ്യാൻ പോകുന്നത്. എനിക്കങ്ങനെ ഭയങ്കര ഹെൽത്തി ആയിട്ടുള്ള റൂട്ടീനാണെന്നൊന്നും ഞാൻ പറയുന്നില്ല. എനിക്ക് കഴിക്കാൻ പറ്റുന്ന ഫുഡുകൾ, ഞാൻ കഴിക്കുന്ന ഫുഡുകൾ ഞാൻ മെയിൻറ്റെയിൻ ചെയ്യുന്നത് എങ്ങനെയാണ് എന്നുള്ളത് ഞാൻ പറയാം. ഞാൻ ഒരു ദിവസം ഞാൻ എല്ലാ ഫുഡും കഴിക്കും. ഇപ്പോൾ എല്ലാ ഫുഡും കഴിക്കുന്നുണ്ട്. മെയിനായിട്ട് എന്നോട് ഡോക്ടർ കഴിക്കേണ്ട എന്ന് പറഞ്ഞത് ഒരേ ഒരു ഫുഡേ ഉള്ളൂ, കീമോയ്ക്ക് ശേഷം കേട്ടോ. കീമോയ്ക്ക് മുന്നേ ഉള്ളത് നിങ്ങൾക്കറിയാമല്ലോ, ഞാനത് വീഡിയോ ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പം എന്നോട് ഡോക്ടർ ഇപ്പം ഈ ഒരു ലൈഫിൽ ഇനി കഴിക്കേണ്ട എന്ന് പറഞ്ഞ ഒരേ ഒരു ഫുഡ് റെഡ് മീറ്റ് മാത്രമാണ്, ബീഫ് കഴിക്കേണ്ട എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഭാഗ്യം കൊണ്ട് ഞാൻ ബീഫ് പണ്ടേ കഴിക്കുന്നയാളായിരുന്നില്ല. അതുകൊണ്ട് അത് കഴിക്കേണ്ട എന്ന് പറഞ്ഞപ്പം എനിക്ക് പ്രത്യേകിച്ച് വിഷമമൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷേ ബീഫ് നല്ല ഇഷ്ടമുള്ള അത് കഴിക്കുന്ന ആൾക്കാർക്ക് അത് വേണ്ട എന്ന് പറയുമ്പം ചിലപ്പം ഒരു ബുദ്ധിമുട്ട് വന്നേക്കാം. സാരമില്ല, ഇടയ്ക്കെപ്പോഴെങ്കിലും ഒന്ന് കഴിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല. നമ്മൾ സ്ഥിരമായിട്ട് റെഡ് മീറ്റ് കഴിച്ചിട്ടുണ്ടെങ്കിൽ അത് ചിലപ്പോൾ നമ്മുടെ ആരോഗ്യത്തിനെ ബാധിച്ചേക്കാം എന്നാണ് പറയുന്നത്. വീണ്ടും ക്യാൻസർ വന്നേക്കാം എന്നല്ല, റെഡ് മീറ്റിലെ പല അംശങ്ങളും നമ്മുടെ വയറിന് ദഹനത്തിനൊക്കെ പ്രോബ്ലങ്ങൾ ഉണ്ടാക്കിയാൽ കൊളസ്ട്രോൾ കൂട്ടിയേക്കാം. ഒരു ഹെൽത്തി ലൈഫ് സ്റ്റൈൽ ആണല്ലോ ഇനി നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്. അപ്പം പല ബുദ്ധിമുട്ടുകളും ഉണ്ടായേക്കാം. അതുകൊണ്ടായിരിക്കാം റെഡ് മീറ്റ് അധികം കഴിക്കേണ്ട എന്ന് പറയുന്നത്. പൊതുവേ ഞാനത് കഴിക്കാത്ത ആളായതുകൊണ്ട് എനിക്ക് പ്രത്യേകിച്ച് സങ്കടമൊന്നും തോന്നിയില്ല അത് കഴിക്കേണ്ട എന്ന് പറഞ്ഞപ്പോൾ. ഇനി എൻ്റെ ഡോക്ടറിനോട് പറഞ്ഞെന്താ വെച്ചാൽ, നിങ്ങൾക്ക് എന്ത് ഫുഡ് വേണോ അതൊക്കെ കഴിക്കാം, അതിനൊരു പ്രശ്നവുമില്ല. പക്ഷേ വെയിറ്റ് കൂടരുത്, വെയിറ്റ് മെയിൻറ്റെയിൻ ചെയ്ത് പോകണം എന്നാണ് പറഞ്ഞത്. എന്നോട് 64 കിലോയുടെ മുകളിലേക്ക് വെയിറ്റ് പാടില്ല എന്നാണ് പറഞ്ഞത്. പിന്നെ എന്താ പറയുക, നമ്മുടെ വയറ് നമ്മളെപ്പോഴും ഇങ്ങനെ ഡ്യൂട്ടിയിലേക്കാവുന്ന സമയത്ത് നമ്മൾ ഫുഡ് കഴിക്കാതെ നമുക്ക് ഗ്യാസ് കയറുമല്ലോ വയറ്റിൽ, അങ്ങനെ ഒരു അവസ്ഥ വരരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. എപ്പോഴും വയറ് കാലിയായി വയറിൽ ഗ്യാസ് കയറുന്ന ഒരവസ്ഥ, വിശന്നിരിക്കുന്നൊരവസ്ഥ അങ്ങനെ ഉണ്ടാവരുത് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ ഇപ്പോൾ വിശന്നിരിക്കുന്നത് ചുരുക്കമാണ്. ആദ്യമൊക്കെ വിശന്നും പട്ടിണിക്കൊക്കെ ഒരുപാട് ഇരുന്നിട്ടുണ്ട്. കാരണം ഡ്യൂട്ടി ആയിരുന്നു മുഖ്യം. ഇന്ന് എനിക്ക് ഡ്യൂട്ടി മുഖ്യം അല്ല എന്നല്ല, ഞാൻ എൻ്റെ ഹെൽത്തും കൂടെ കുറച്ച് ശ്രദ്ധിച്ചു തുടങ്ങി. ഇപ്പം നമ്മുടെ ശരീരം ഒന്ന് റീസെറ്റ് ചെയ്തെടുത്തതുപോലെയാണ്. നമ്മുടെ പഴയ ശരീരമല്ല, അത്ര ആരോഗ്യമില്ല, ചിലപ്പോൾ അത്ര പ്രതിരോധശക്തി ഉണ്ടായിരിക്കില്ല. അപ്പം നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ തീർച്ചയായും ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഞാൻ രാവിലെ എഴുന്നേറ്റാൽ വെള്ളം കുടിക്കും. എന്താ പറയുക, നല്ല തിളപ്പിച്ചാറിയ വെള്ളം നമ്മളെ ഫ്ലാസ്കിൽ എടുത്തു വെച്ചിട്ടുണ്ടാവും. അപ്പം അത് ഒരുപാടൊന്നും കുടിക്കാൻ എന്നെക്കൊണ്ട് സാധിക്കില്ല. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പണ്ടേ വെള്ളം കുറച്ച് കുടിക്കുന്ന ആളാണ്. ഇപ്പോഴാണ് ഈ ഒരു അസുഖമൊക്കെ വന്ന ശേഷമാണ് ഞാൻ വെള്ളം കൂടിയൊക്കെ സത്യം പറഞ്ഞാൽ തുടങ്ങിയത്. അപ്പോൾ രാവിലെ എഴുന്നേറ്റ് ഞാൻ ഒരു 2 ഗ്ലാസ് വെള്ളം, അധികമൊന്നും കുടിക്കില്ല, സത്യം പറയണമല്ലോ. ഒരുപാട് വെള്ളമൊന്നും കുടിക്കാൻ പറ്റില്ല. രാവിലെ മറുപടിയിൽ കുറേ വെള്ളമൊക്കെ കുടിച്ചാൽ ഛർദ്ദിക്കാൻ വരും. അതുകൊണ്ട് ഞാൻ എന്നെ സെറ്റ് ചെയ്ത് എടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇനി മുന്നോട്ട് എങ്ങനെയെന്ന് അറിയില്ല. ഇപ്പം ഞാൻ ഇങ്ങനെയാണ് പോകുന്നത്. രാവിലെ എഴുന്നേറ്റ് ഞാനൊരു 2 ഗ്ലാസ് വെള്ളം കുടിക്കും, ചെറിയ 2 ഗ്ലാസ് വെള്ളം കുടിക്കും. എന്നിട്ടാണ് എൻ്റെ ഒരു പ്രഭാതം ആരംഭിക്കുന്നത്. പിന്നെ അടുക്കളയിൽ ചെന്നിട്ട് അമ്മ
കാപ്പിയോ ചായയോ ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാവും. ചായ എനിക്ക് ഓൾറെഡി പാലൊഴിച്ച ചായയോ കാപ്പിയോ ഒന്നും ഇഷ്ടമുണ്ടായിരുന്നില്ല. പിന്നെ കാപ്പിയും ഇതൊക്കെ കുറച്ച് കുറയ്ക്കണമെന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യും, ചിലപ്പം, എപ്പോഴും അല്ല, ചിലപ്പം ഒരു 1/2 ഗ്ലാസ് പാലൊഴിച്ച ചായ കുടിക്കും, അല്ലെങ്കിൽ കട്ടൻ ചായയാണ് കുടിക്കാറ്, കാപ്പി അങ്ങനെ കുടിക്കാറില്ല. എന്നിട്ട് പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് എന്താണോ അത് കഴിക്കും. ബ്രേക്ക്ഫാസ്റ്റ് ഇഡ്ഡലിയോ ദോശയോ ആദ്യം ഞാൻ ഇതൊന്നും കഴിക്കാത്ത ആളായിരുന്നു, ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാറില്ലായിരുന്നു. എന്തെങ്കിലും ഒരു ചായയോ ഒരു ബേക്കറിയോ കഴിച്ച് ഡ്യൂട്ടിക്ക് പോകുന്നതായിരുന്നു എൻ്റെ ശീലം. അപ്പോൾ ഞാനത് മാറ്റി. ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത് 8:30 സമയമാണ്. ആ 8:30 സമയത്ത് ഞാൻ എന്താണോ ബ്രേക്ക്ഫാസ്റ്റ് അത് നിർബന്ധമായി, എനിക്ക് വേണ്ടാത്തതാണെങ്കിൽ പോലും ഞാൻ കഴിച്ചിട്ട് പോകും. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പുട്ടോ അല്ലെങ്കിൽ ഒരു ദിവസത്തെ ബ്രേക്ക്ഫാസ്റ്റ് നിർബന്ധമായി ഒന്നെങ്കിൽ കോഴിമുട്ട അല്ലെങ്കിൽ നേന്ത്രപ്പഴം അങ്ങനെ എന്തെങ്കിലും ഒന്ന് ഉൾപ്പെടുത്താറുണ്ട്. കാരണം അതൊക്കെ നമ്മുടെ ശരീരത്തിന് നല്ലതാണ് എന്നുള്ളത് കൊണ്ട് തന്നെ അതെല്ലാം ഉൾപ്പെടുത്താറുണ്ട്. പിന്നെ ചിലപ്പോൾ അത് മാത്രമായിരിക്കും കഴിക്കുന്നത്, ഒരു മുട്ട അല്ലെങ്കിൽ ഒരു നേന്ത്രപ്പഴം ഞാൻ പച്ചയ്ക്ക് കഴിക്കാറില്ല. ഇപ്പം കീമോ ചെയ്യുന്ന സമയത്ത് ഡോക്ടർ പറഞ്ഞതായിരുന്നു, ഈ നേന്ത്രപ്പഴം കഴിക്കുകയാണെങ്കിൽ പുഴുങ്ങിയിട്ട് അതിൻ്റെ ആ ഉള്ളിലത്തെ കറുപ്പ് നാരെടുത്ത് ഒഴിവാക്കിയ ശേഷം കഴിക്കാൻ ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ ഇപ്പോഴും അത് അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്. പച്ച ഇപ്പം അത്ര ഇഷ്ടമല്ല, അതുകൊണ്ട് ഞാൻ ഇപ്പോഴും ഞാനത് പുഴുങ്ങി ആ നാരെടുത്ത് ഒഴിവാക്കിയ ശേഷമാണ് നേന്ത്രപ്പഴം കഴിക്കുന്നത്. പിന്നെ എന്താണോ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെ ദോശയാണെങ്കിൽ ദോശ, ചട്നി, അതിൻ്റെ കൂടെ എന്തെങ്കിലും ഒരു കറി, അങ്ങനെയാണ് എൻ്റെ ഇപ്പോഴത്തെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് റൂട്ടീൻ. അത് കഴിഞ്ഞ് ഞാൻ പോകുമ്പോൾ ഞാൻ എന്തെങ്കിലും ഒന്ന് കയ്യിലെടുക്കും, ഫ്രൂട്ട്സ് ആയിട്ടോ എന്തെങ്കിലും ഒന്ന് കയ്യിൽ കരുതും. വല്ല ആപ്പിളോ ഓറഞ്ചോ അനാറോ അങ്ങനെ എന്തെങ്കിലും ഒരു ഫ്രൂട്ട്സ് ഐറ്റം. മിക്കവാറും ഞാൻ കയ്യിലെടുക്കുന്നത് കക്കിരി ആയിരിക്കും കേട്ടോ. നമ്മുടെ കുക്കുംബറില്ലേ, കുക്കുംബർ അരിഞ്ഞിട്ട് വട്ടത്തിലരിഞ്ഞിട്ട് ഞാനൊരു പാത്രത്തിൽ ഒരു 1/2 കുക്കുംബറൊക്കെ അരിഞ്ഞ് കൈ പിടിക്കാറുണ്ട്. കാരണം വിശപ്പ്, ഇപ്പോൾ എനിക്ക് വിശപ്പുണ്ട്. പണ്ട് വിശപ്പ് കുറവായിരുന്നു, ഫുഡും കഴിക്കാറില്ലായിരുന്നു. ഇപ്പോൾ വിശപ്പുണ്ട്, അതുകൊണ്ട് ഞാൻ ഇടയ്ക്ക് എനിക്ക് എന്താ പറയുക, വിശക്കുന്ന സമയത്ത് കഴിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു കുക്കുംബറോ അങ്ങനെ എന്തെങ്കിലും ഫ്രൂട്ട്സ് എന്തെങ്കിലും എടുത്ത് ചെറിയൊരു ബോക്സിലാക്കി കയ്യിൽ വെക്കാറുണ്ട്. വെള്ളം കൊണ്ടുപോകാറാണ്, പുറത്തുനിന്ന് വെള്ളം കുടിക്കാറില്ല. ഞാൻ തിളപ്പിച്ചാറ്റിയ, എൻ്റെ വീട്ടിൽ തിളപ്പിച്ചാറ്റിയ വെള്ളമാണ് ഞാൻ കൊണ്ടുപോകാറ്. പിന്നെ അപ്പോൾ ഒരു 10 ഇപ്പോൾ വീട്ടിൽ നിന്ന് 8:30 ഫുഡ് കഴിച്ചിറങ്ങി കഴിഞ്ഞാൽ ഞാൻ പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരു 10:30 ആകുമ്പോൾ 10:30-11 മണിക്കിടയ്ക്ക് ഞാൻ കുക്കുംബറോ അങ്ങനെ എന്തെങ്കിലും ഒന്ന് കഴിക്കും. എന്നിട്ട് വെള്ളവും കുടിക്കും. പിന്നെ അത് കഴിഞ്ഞിട്ട് ഉച്ചയ്ക്ക് ചോറ് കറക്റ്റ് സമയത്താക്കി. കാരണം വയറ്റിൽ ഗ്യാസ് കയറരുത്, വയറൊഴിച്ചിടരുതെന്ന് ഡോക്ടർ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഒരു 1:30 ഉള്ളിൽ ഞാൻ ഫുഡ് കഴിക്കും. അപ്പം അത് വേണ്ടെങ്കിൽ കൂടി ഞാൻ കുറച്ച് കഴിക്കും. പണ്ടത്തെ അത്ര ചോറൊന്നും ഇപ്പോൾ കഴിക്കാൻ പറ്റില്ല. പണ്ടൊക്കെ ചോറ് അത്യാവശ്യം ഉച്ചയ്ക്കൊക്കെ കഴിക്കുമായിരുന്നു കഴിക്കുന്ന സമയത്ത്. ഇപ്പം അത്രയൊന്നും കഴിക്കാൻ സാധിക്കുന്നില്ല, പെട്ടെന്ന് തന്നെ വയറ് നിറയും. അപ്പോൾ കുറച്ച് ചോറ് കഴിക്കും, വീട്ടിൽ നിന്ന് കൊണ്ടുപോകാറാണ്. അപ്പോൾ അതിൻ്റെ കൂടെ ഞാൻ എനിക്കിഷ്ടപ്പെട്ട കറികളൊക്കെ കൊണ്ടുപോകും. എന്നോട് ഇന്നത് കഴിക്കേണ്ട എന്നൊന്നും പറഞ്ഞിട്ടില്ല, റെഡ് മീറ്റ് ഒഴിച്ച് ബാക്കിയൊന്നും കഴിക്കേണ്ട എന്ന് പറഞ്ഞിട്ടില്ല. എനിക്ക് ചിക്കൻ ആയിരിക്കും, അല്ലെങ്കിൽ മീനായിരിക്കും, അല്ലെങ്കിൽ പച്ചക്കറികൾ എന്തെങ്കിലും ആയിരിക്കും, കോഴിമുട്ടയോ എന്തെങ്കിലും തോരനൊക്കെ ഉൾപ്പെടുത്തിയ ഒരു ചെറിയ ലഞ്ച് അത് ഞാൻ കൊണ്ടുപോകാറാണ്. അത് കഴിക്കും. പിന്നെ അത് കഴിഞ്ഞ് ഒരു 4 മണിക്കാവാനാകുമ്പം ഞാനൊരു എന്തെങ്കിലും ഒരു സ്നാക്സ്, കൂടുതലും എണ്ണക്കടികൾ അങ്ങനെ കഴിക്കാറില്ല ഞാൻ. എന്തെങ്കിലും അത് ഹോട്ടലിൽ നിന്നാണ് വാങ്ങി കഴിക്കാറ്. അത് ഇലയടയോ അല്ലെങ്കിൽ സേമിയയുടെ അങ്ങനത്തെ എന്തെങ്കിലും ഐറ്റംസ് ഉണ്ട്, സേമിയയുടെ അട, ഇലയട, കുമ്പളപ്പം, അത് സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ. അങ്ങനെ എന്തെങ്കിലും ഒരു സ്നാക്സ് വാങ്ങി കഴിക്കും. അതിൻ്റെ കൂടെ ഒരു ലെമൺ ടീയോ അല്ലെങ്കിൽ ഒരു എന്താ പറയുക, ഒരു കട്ടൻ ചായയോ വാങ്ങി കുടിക്കും. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ 4-4:30 ആകുമ്പോൾ വീട്ടിലെത്തും. വീട്ടിലെത്തിക്കഴിഞ്ഞാൽ പിന്നെ അന്നേരം ഒന്നും കഴിക്കില്ല. പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരു 7 മണി 8:30 ഉള്ളിൽ നമ്മൾ രാത്രി ഫുഡ് കഴിക്കും. ചോറ് അങ്ങനെ കഴിക്കാറില്ല. ചിലപ്പോൾ ചപ്പാത്തി ആയിരിക്കും, അതല്ലെങ്കിൽ എന്താണോ ഇപ്പോൾ ഇഷ്ടമുള്ളത് കഴിക്കാമല്ലോ. ഞാൻ കപ്പയോ ചപ്പാത്തിയോ എന്തെങ്കിലും, ചിലപ്പം ഗോതമ്പിൻ്റെ പുട്ടായിരിക്കാം, ചിലപ്പോൾ എന്താ പറയുക പയറോ കടലയോ അങ്ങനെ പുഴുങ്ങിയതോ അങ്ങനെയൊക്കെ എന്തെങ്കിലും ആയിട്ട്. സത്യം പറഞ്ഞാൽ പണ്ട് ഞാൻ പച്ചക്കറിയോ അല്ലെങ്കിൽ ഈ പരിപ്പ് വർഗ്ഗങ്ങളോ ഒന്നും അധികം കഴിക്കുന്ന ആളായിരുന്നില്ല. ഇപ്പം ഞാൻ പയ്യെ ഞാൻ ശീലിച്ച് തുടങ്ങി അതെല്ലാം കഴിക്കണം, എൻ്റെ ശരീരത്തിന് ഇതെല്ലാം ആവശ്യമാണ്. എൻ്റെ ശരീരം ഒരുപാട് സംഭവങ്ങൾ നഷ്ടപ്പെട്ടു പോയൊരു ശരീരമാണ്. പഴയ ആരോഗ്യത്തിലേക്ക് തിരിച്ചെത്താൻ കഴിഞ്ഞില്ലെങ്കിലും അതിൻ്റെ അടുത്തെങ്കിലും എത്തണമല്ലോ. അതുകൊണ്ട് ഇതൊക്കെ എൻ്റെ ശരീരത്തിൽ വേണമെന്ന് ഞാൻ ചിന്തിച്ചു തുടങ്ങിയത് കൊണ്ട് എനിക്കിഷ്ടമില്ലാഞ്ഞിട്ടും കൂടിയും ഞാൻ പല സാധനങ്ങളും തിന്നാൻ തുടങ്ങി. ഞാൻ മത്തി കഴിക്കാത്ത ആളാണ്, പക്ഷേ മത്തി ശരീരത്തിന് ഏറ്റവും നല്ല സാധനമാണെന്ന് എല്ലാവർക്കും അറിയാം. ഞാൻ മത്തി ഒട്ടും കഴിക്കില്ല, എനിക്ക് മത്തിയുടെ സ്മെല്ലൊന്നും പറ്റില്ലായിരുന്നു. ഇപ്പം ഞാൻ മത്തിയൊക്കെ പയ്യെ കഴിച്ചു തുടങ്ങി. അത് കറിയൊക്കെ വെച്ചാൽ അതിൻ്റെ കഷ്ണമൊക്കെ കുറച്ച് കൂട്ടി തുടങ്ങി. അങ്ങനെ എനിക്ക് തിന്നാത്ത സാധനങ്ങൾ പലതും
ഇപ്പോൾ മീനുകളാണെങ്കിലും പലതും ഞാൻ കൂട്ടാറില്ല. കഷ്ണ മീനുകളൊന്നും പണ്ടേ കൂട്ടാറില്ല. ഇപ്പം കഷ്ണം മീനൊന്നും പിന്നെ എന്താ പറയുക, അങ്ങനെ കൂട്ടിയില്ലെങ്കിൽ വലിയ പ്രശ്നമൊന്നും കാണില്ല. ചെറിയ ചെറിയ മീനുകളുണ്ടല്ലോ, എനിക്ക് ഇഷ്ടമില്ലാത്ത കുറേ മീനുകളുണ്ടായിരുന്നു. ഞാൻ നത്തല കൂട്ടില്ല, മാന്തൽ കൂട്ടില്ല, അങ്ങനെ കുറേ മീനുകൾ കൂട്ടാത്തതുണ്ടായിരുന്നു. അതൊക്കെ ഇപ്പം പയ്യെ കൂട്ടി തുടങ്ങി. മീനുകൾ പൊതുവേ ഇഷ്ടമില്ലാത്ത ആളായിരുന്നു. വളരെ കുറഞ്ഞ മീനുകളെ ഞാൻ കൂട്ടുണ്ടായിരുന്നു, അല്ലെങ്കിൽ ഞണ്ടൊക്കെ കൂട്ടുമായിരുന്നു. ഇപ്പം കിട്ടുന്ന മീനൊക്കെ കൂട്ടി തുടങ്ങി. പിന്നെ ശരീരത്തിന് ആവശ്യമുണ്ട് എന്ന് മനസ്സിലാക്കി അതെല്ലാം കൂട്ടി തുടങ്ങി. കോഴിമുട്ട പിന്നെ പണ്ടും കഴിക്കുമായിരുന്നു, അത് ഞാൻ ഇപ്പോഴും കഴിക്കുന്നുണ്ട്. ചിക്കൻ കഴിക്കും. പിന്നെ എന്താ, ഒരുപാട് വറുത്തത് പൊരിച്ചത് പണ്ട് അങ്ങനെ കഴിക്കാറില്ലായിരുന്നെങ്കിൽ കൂടിയും ഇപ്പോഴും ഞാനതൊരു എന്താ പറയുക കുറച്ചിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് വറുത്തതും പൊരിച്ചതൊന്നും കഴിക്കുന്നില്ല. അപ്പോൾ പകരം എൻ്റെ ചോറിൻ്റെ കൂടെയൊക്കെ ഞാൻ തോരനുകൾ ഒരുപാട് ഉൾപ്പെടുത്താൻ തുടങ്ങി. അത് ചീര ആയാലും ബീട്രൂട്ട് ആയാലും ക്യാരറ്റ്, എനിക്ക് ഇഷ്ടമില്ലാത്ത കുറച്ച് സാധനങ്ങളാണ് ബീട്രൂട്ടും ക്യാരറ്റും. ഞാനിപ്പോൾ അതെല്ലാം പടവലങ്ങ വരെ ഞാൻ തോരൻ വെച്ച് കഴിക്കാൻ തുടങ്ങി. കാരണം പച്ചക്കറികൾ നമ്മുടെ ശരീരത്തിന് അത്രയും നല്ലതാണെന്ന്, പ്രത്യേകിച്ച് ഗ്രീൻ കളർ പച്ചക്കറികൾ. പിന്നെ എന്താ പറയുക, ഈ ഇലവർഗ്ഗങ്ങളായാലും ഈ അല്ലാത്ത പപ്പായ, അങ്ങനെ സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ. പപ്പായ ഒന്നും അങ്ങനെ അധികം കഴിക്കാറില്ലായിരുന്നു. കീമോ സമയത്താണ് ഞാൻ പപ്പായൊക്കെ സത്യം പറഞ്ഞാൽ കഴിച്ചു തുടങ്ങിയത്. ഇപ്പോൾ പപ്പായൊക്കെ ഇഷ്ടമാണ്, കഴിച്ചങ്ങ് ഇഷ്ടമാണ്. പപ്പായൊക്കെ നന്നായിട്ട് കറി വെച്ച് കഴിക്കുന്നുണ്ട്. പയറ് കറി, പരിപ്പ് കറി, അങ്ങനെ സാധനങ്ങളെല്ലാം ഞാനിപ്പോൾ കഴിച്ചു തുടങ്ങി. അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ടവരെ, കീമോ കഴിഞ്ഞ ശേഷം നമ്മളൊരു പുതിയ ശരീരവുമായിട്ടാണ്, ജനിച്ച ഒരാളുടെ ശരീരം എന്ന് പറയില്ലേ, ഒരു കുഞ്ഞിൻ്റെ ശരീരം. ആ കുഞ്ഞിൻ്റെ ശരീരത്തിൽ എന്തൊക്കെ വേണം, നമ്മൾ ഓരോന്നും കൊടുത്ത് ആ കുഞ്ഞിനെ എന്താ പറയുക പുഷ്ടിപ്പെടുത്തി കൊണ്ടുവരില്ലേ ചെയ്യുന്നത്. അതുപോലെയാണ് നമ്മുടെ ശരീരം. കുറേ മെഡിസിനും കാര്യങ്ങളും കടത്തി വിട്ട് നമ്മുടെ നല്ല സെല്ലുകളെയും ചീത്ത സെല്ലുകളെയും എല്ലാം നശിപ്പിച്ച് കളഞ്ഞ ഒരു ശരീരമാണ്. അതിനെ വെള്ളമൊഴിച്ച് വളമിട്ട് നട്ട് നനച്ച് വീണ്ടും നമ്മൾ വളർത്തി കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. അപ്പം അതിന് ഒരുപാട് വളങ്ങൾ ആവശ്യമുണ്ട്. പലതും നമ്മൾ കഴിക്കാത്ത ആൾക്കാരായിരിക്കും. പരിപ്പ് വർഗ്ഗങ്ങൾ കഴിച്ചാൽ ഗ്യാസ് വരുന്നവരായിരിക്കും, പച്ചക്കറികൾ കഴിച്ചാൽ ഛർദ്ദിക്കാൻ വരുന്നവരായിരിക്കും, ബീഫില്ലാതെ ചോറ് ഇറങ്ങാത്തവരായിരിക്കും. അപ്പോൾ അതൊക്കെ ഒന്ന് സെറ്റ് ചെയ്യാം. ബീഫൊക്കെ കഴിക്കുന്നതിന് കുഴപ്പമില്ല, പക്ഷേ അത് എന്നും ഡെയിലി അത് നമ്മുടെ റൂട്ടീനാക്കാതിരിക്കുക. ഫാസ്റ്റ് ഫുഡ് നന്നായിട്ട് കുറയ്ക്കുക. മാസത്തിൽ 1-2 തവണ കഴിക്കാം, പക്ഷേ അത് ഡെയിലി ഫാസ്റ്റ് ഫുഡും ഡെയിലി ഹോട്ടൽ ഫുഡും കഴിക്കുന്ന ആൾക്കാർ അതൊന്ന് ശ്രദ്ധിക്കുക. പുറത്ത് പോയി ജോലി ചെയ്യുന്ന ആൾക്കാരാണ് പ്രത്യേകിച്ചും. വീട്ടിലിരിക്കുന്ന ആൾക്കാർക്ക് അത്ര ബുദ്ധിമുട്ട് വരില്ല, അവർ വീട്ടിൽ ഫുഡ് തന്നെയായിരിക്കും കഴിക്കുക. പുറത്ത് പോകുന്ന ആൾക്കാരാണെങ്കിൽ കഴിവതും വീട്ടിൽ നിന്ന് കൊണ്ടുപോകാൻ ശ്രമിക്കുക. അതല്ല, ഒരു ഹോസ്റ്റലിലൊക്കെ നിന്ന് നിൽക്കുന്ന ആൾക്കാരാണെങ്കിൽ ആ ഹോസ്റ്റലിൽ തന്നെ നമ്മൾ സ്വയം ഫുഡ് പാകം ചെയ്യുക. സാലഡുകളാക്കിയോ എങ്ങനെ വേണേൽ നമുക്ക് കഴിക്കാം. നമുക്ക് ഉണ്ടാക്കാൻ അറിയില്ലെങ്കിൽ സാലഡുകളൊക്കെ ഉണ്ടാക്കാമല്ലോ. ഇപ്പോൾ തക്കാളിയും കുക്കുംബറും പിന്നെ ഈ പറയുന്ന സാധനങ്ങളെല്ലാം അരിഞ്ഞിട്ട് നമുക്ക് വേണമെങ്കിൽ ഒരു സാലഡ് കഴിക്കാം. നമ്മൾ പറയും പുറം രാജ്യക്കാരെല്ലാം എന്താ പറയുക, ഒട്ടകത്തിനെ അപ്പാടെ വേവിച്ച് തിന്നുന്നവരാണ്, ബീഫിനെ അപ്പാടെ വേവിച്ച് തിന്നുന്നവരാണ്, അവർക്കൊക്കെ ക്യാൻസർ രോഗം നമ്മുടെ ഇവിടുത്തെ അത്ര ഇല്ലല്ലോ എന്നൊക്കെ പറയും. പക്ഷേ അവർക്ക് ഒരു നേരം സാലഡാണ്. അവർ കഴിക്കാത്ത പച്ചക്കറികളൊന്നുമില്ല. അവർ നന്നായിട്ട് പച്ചക്കറികൾ കഴിക്കുന്ന ആൾക്കാരാണ്. അവർ മീറ്റ് കഴിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ കൂടെ തന്നെ വറുത്തതും പൊരിച്ചതും കഴിക്കുന്നുണ്ട്, അതിൻ്റെ കൂടെ തന്നെ അവർ പച്ചക്കറികളും സാലഡ് എന്ന രൂപത്തിൽ അവർ കഴിക്കുന്നുണ്ട്. നമ്മൾ മലയാളികൾക്ക് സാലഡ് ഇല്ല. ഇപ്പോൾ കുറേ പേര് കഴിക്കുന്നുണ്ടെങ്കിൽ കൂടിയും നമുക്ക് സാലഡ് കുറവാണ്. ഞാനൊന്നും സത്യം പറയുന്നതല്ല, ഞാനൊന്നും സാലഡ് കഴിച്ചിട്ടേ ഇല്ല. എനിക്കിങ്ങനെ പച്ചക്കറിയിൽ നിന്ന് വെട്ടിയെറിഞ്ഞ് കഴിക്കണമെന്ന് എനിക്ക് ഇഷ്ടമല്ല, എനിക്ക് ഛർദ്ദിക്കാൻ വരുമായിരുന്നു. പക്ഷേ ഇപ്പം ഞാൻ അതെല്ലാം ഒഴിവാക്കി. എൻ്റെ ലൈഫിനെ മെച്ചപ്പെടുത്തി കൊണ്ടുവരണം എന്നുള്ളത് എൻ്റെ ആഗ്രഹമാണ്. അതുകൊണ്ട് ഞാൻ ഒരു നേരമെങ്കിലും ഞാൻ സാലഡ് പോലെയുള്ള സാധനങ്ങളൊക്കെ ഞാൻ സ്വയം പ്രിപ്പയർ ചെയ്ത് കഴിക്കുന്നത്. എൻ്റെ വായുടെ രുചിക്കനുസരിച്ച് കുറച്ച് നാരങ്ങയൊക്കെ പിഴിഞ്ഞ് വെച്ച് ചുപ്പൊക്കെ ഇട്ട് എങ്ങനെയാണ് എനിക്ക് കഴിക്കാൻ തോന്നുന്നത് അതുപോലെ ഞാൻ കഴിക്കും. ചിലപ്പോൾ കുറച്ച് കുരുമുളകിൻ്റെ പൊടിയൊക്കെ ഇട്ടിട്ട് അതൊക്കെ കുത്തിയൊക്കെ തിന്നും. അപ്പോൾ ഇതൊരു നല്ല റൂട്ടീനാണ്, ഒരു നല്ല ഫുഡ് പാറ്റേൺ എന്നൊന്നും ഞാൻ പറയുന്നില്ല. എങ്കിലും എനിക്ക് തോന്നുന്നു എൻ്റെ ഫുഡ് പാറ്റേൺ എൻ്റെ ശരീരത്തിന് പറ്റുന്നുണ്ടെന്ന്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഒരുപാട് എനിക്ക് തന്നെ എൻ്റെ ആ ഒരു ക്ഷീണം കാര്യങ്ങളൊക്കെ കുറയുന്നുണ്ട്. എൻ്റെ ഫുഡ് എൻ്റെ ശരീരത്തിന് ഓക്കെയാണെന്ന് എനിക്ക് തോന്നുന്നു. ഞാനിപ്പം ചെറിയ മീൻ കഴിക്കും, മുട്ട കഴിക്കും. പാൽ ഞാൻ അന്നും ഉപയോഗിക്കാറില്ല, ഇന്നും ഉപയോഗിക്കാറില്ല, പാൽ ഇഷ്ടമില്ല. പിന്നെ എന്താ പറയുക, എല്ലാ ഫുഡും കഴിച്ചു തുടങ്ങി. പലതും ഒഴിവാക്കിയത് പലതും ഞാൻ എൻ്റെ ഫുഡിലേക്ക് തിരിച്ചു പിടിച്ചു. പിന്നെ എന്താ, ഫാസ്റ്റ് ഫുഡ് ഞാൻ നന്നായിട്ട് ഫാസ്റ്റ് ഫുഡ് കഴിക്കുന്ന ആളായിരുന്നു. എനിക്ക് അങ്ങനത്തെ വറുത്തും പൊരിച്ച സാധനങ്ങളൊക്കെ ഇഷ്ടമായിരുന്നു. മീനും ചിക്കനും എല്ലാം വറുത്തും പൊരിച്ചൊക്കെ കഴിക്കാൻ ഇഷ്ടമായിരുന്നു. അതൊക്കെ കുറേ അങ്ങ് കുറച്ചു. ഞാൻ പപ്സ് പൊറോട്ടയൊക്കെ നന്നായിട്ട് യൂസ് ചെയ്യുന്ന ആളാണ്. പക്ഷേ ഇപ്പം അതെല്ലാം ഞാൻ വല്ലാതെ കൺട്രോൾ ചെയ്തു. കഴിക്കുന്നില്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല, കഴിക്കുന്നുണ്ട്. എന്നാലും ഞാൻ വളരെ കുറച്ചു. പൊറോട്ടയൊക്കെ എപ്പോഴെങ്കിലും ഒന്ന് കഴിച്ചെങ്കിലായി. അങ്ങനെയാണ് എൻ്റെ ഫുഡ് പാറ്റേൺ ഇപ്പോൾ പോകുന്നത്.
അപ്പോൾ എന്നോട് ചോദിച്ച ക്വസ്റ്റ്യൻ ഇതാണ്, എന്തൊക്കെയാണ് നിങ്ങൾ കീമോയ്ക്ക് ശേഷം കഴിച്ചു കൊടുക്കുന്നത്, ഇപ്പോൾ എന്തൊക്കെയാണ് കഴിക്കുന്നത്, എങ്ങനെയാണ് കഴിക്കേണ്ടതെന്നൊക്കെ. നമ്മുടെ വായിക്ക് രുചി നമുക്ക് ഇഷ്ടമുള്ളതൊക്കെ കഴിക്കാം, പക്ഷെ ശ്രദ്ധിച്ചാൽ മതി. പണ്ട് നമ്മൾ വാരി വലിച്ച് കഴിച്ചിരുന്ന ആൾക്കാരാണ്, ഇപ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക, വെയിറ്റ് ഒന്ന് മെയിൻറ്റെയിൻ ചെയ്ത് പോവുക, പിന്നെ ഒരുപാട് വെയിറ്റ് കൂടാതിരിക്കുക, പിന്നെ എന്താ പറയുക, വറുത്തത് പൊരിച്ചത് അതൊക്കെ ഒന്ന് കുറയ്ക്കുക, ഈ റെഡ് മീറ്റ് പോലുള്ള സംഭവങ്ങൾ കുറയ്ക്കുക, പിന്നെ നന്നായിട്ട് പച്ചക്കറികളും ഇലക്കറികളും വെള്ളവും, ശരീരത്തിൽ നന്നായിട്ട് വെള്ളം എത്തണം. ആദ്യം ഞാൻ അങ്ങനെ എന്താ പറയുക, ഒരു ദിവസം ഒരു 4-5 ഗ്ലാസ് വെള്ളമൊക്കെ കുടിച്ചിരുന്ന ഞാനിപ്പം ഒരു 2-3 ലിറ്ററോളം വെള്ളം കഴിവതും കുടിക്കാൻ ശ്രമിക്കും. ഛർദ്ദിക്കാനൊക്കെ വരും എനിക്ക്, എന്നാലും എനിക്ക് ഒരുപാടൊന്നും വെള്ളം കുടിക്കാൻ സാധിക്കില്ല. എന്നാലും ഞാൻ പരമാവധി കഷ്ടപ്പെട്ടായാലും വെള്ളം കുടിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ അത്രയൊക്കെ ശ്രദ്ധിച്ചാൽ മതി. നമ്മുടെ ഫുഡ് പാറ്റേൺ അത്രയേ ഉള്ളൂ. നമുക്കെല്ലാം കഴിക്കാം. ചോറ് 2 നേരം ചോറ് കഴിക്കുന്ന ആൾക്കാരാണെങ്കിൽ ചോറ് 1 നേരം കഴിച്ചാൽ മതി, ഉച്ചയ്ക്ക് കഴിച്ചാൽ മതി. രാത്രി നമുക്ക് വേറെ എന്തെങ്കിലും ആക്കാം. വയറ് കാലിയാവരുത് എന്നേ ഉള്ളൂ. അത് നമുക്ക് ഹെൽത്തി ആയിട്ടുള്ള എന്തെങ്കിലും ഫുഡാക്കിയിട്ട് രാത്രിത്തെ ചോറ് നമുക്ക് ക്ലോസ് ചെയ്യാം. 1 നേരം ചോറാക്കിയെന്ന് വെച്ചിട്ട് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. ചിലർ പറയും 2 നേരം ചോറ് കഴിച്ചില്ലെങ്കിൽ എനിക്ക് എന്തോ പോലെ, രാത്രി കിടന്നില്ല ചോറ് കഴിച്ചില്ല തിന്നാത്ത പോലെയാണെന്നൊക്കെ പറയും. പക്ഷേ അതൊക്കെ തെറ്റാണ്. നമ്മളൊരു കുറച്ച് ദിവസം അങ്ങനെ ചെയ്യാൻ ശ്രമിച്ചു നോക്കൂ. നിങ്ങൾക്ക് പിന്നെ രാത്രി ചോറിൻ്റെ ആവശ്യം വരില്ല. എന്തെങ്കിലും സാലഡുകളായിട്ടോ ചപ്പാത്തിയും അത്ര നല്ലതായിട്ടൊന്നുമല്ല, എന്നാലും ഞാൻ പറയുകയാണ്, സാലഡൊക്കെ കഴിക്കാൻ ബുദ്ധിമുട്ടുള്ള ആൾക്കാരാണെങ്കിൽ അങ്ങനെ വേറെ എന്തെങ്കിലും ഇഷ്ടമുള്ളത് കഴിക്കാം. പിന്നെ ഞാൻ ഉപയോഗിക്കുന്ന സാധനം മാഗിയായിരുന്നു. മാഗിയൊന്നും പിന്നെ ഞാൻ അസുഖം വന്നതിന് ശേഷം ഉപയോഗിച്ചിട്ടേ ഇല്ല കേട്ടോ. മാഗി മസാലകളൊന്നും അത്ര നല്ലതല്ല എന്നൊക്കെ പറയുന്നു. ഇപ്പോൾ ബ്രസ്റ്റിനാണ് ക്യാൻസർ വന്നിട്ട്, ഇനിയിപ്പോൾ വയറ്റിലും കൂടെ വരണ്ടെന്ന് വെച്ചിട്ട് ഞാൻ അതെല്ലാം ഒഴിവാക്കി. ഇപ്പം വലിയ കുഴപ്പമില്ലാത്ത രീതിയിലുള്ള ഫുഡ് പാറ്റേൺ ഞാൻ കീപ്പ് ചെയ്ത് പോകുന്നുണ്ട്. മെയിനായിട്ട് ഞാൻ വയറൊഴിച്ചിടാറില്ല. എനിക്ക് വിശന്നാൽ ഞാൻ അപ്പം എൻ്റെ കയ്യിലുള്ള എന്താ വെച്ചാൽ അത് കഴിക്കും, അല്ലെങ്കിൽ നന്നായിട്ട് വെള്ളം കുടിക്കുന്നുണ്ട്. ഫീൽഡിൽ ഇറങ്ങുന്ന ആളായതുകൊണ്ട് നന്നായിട്ട് വെള്ളം കുടിക്കുന്നുണ്ട്. നമ്മുടെ ഇമ്മ്യൂണിറ്റി ഒക്കെ തിരിച്ചു പിടിക്കണം, വലിയ കുഴപ്പമില്ലാതെ പോകണം. അപ്പോൾ ഇതാണ് എൻ്റെ ഫുഡ് പാറ്റേൺ. ഞാൻ എൻ്റെ ഫുഡിൽ ഇന്നതൊന്നും ഡോക്ടേഴ്സ് എന്നോട് ഒരു ഫുഡ് ഒഴിവാക്കണ്ടെന്ന് പറഞ്ഞിട്ടില്ല. റെഡ് മീറ്റ് അല്ലാതെ എല്ലാം കഴിക്കണം, മീൻ ചിക്കൻ എല്ലാം കഴിക്കണം, മുട്ട എല്ലാം കഴിക്കണം എന്നാണ് പറഞ്ഞത്. എനിക്കിഷ്ടമില്ലാത്തതുകൊണ്ട് ഞാൻ പാല് കഴിക്കുന്നില്ല എന്നേ ഉള്ളൂ, പാലും കഴിക്കണം. പക്ഷെ എന്തെല്ലാം കഴിച്ചാലും നമ്മുടെ ബോഡി വെയ്റ്റ് ഡോക്ടേഴ്സ് പറയുന്ന അതിൻ്റെ കൂടുതൽ പോവരുത്. എത്ര വെയിറ്റാണോ നിങ്ങൾ പറഞ്ഞിട്ടുള്ളത് ആ ഒരു വെയിറ്റിൽ നമുക്ക് ബോഡി വെയ്റ്റ് ഉണ്ടായിരിക്കണം. അതിൽ കുറയാനും കൂടാനും പാടില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. ഇതാണ് എൻ്റെ ഫുഡ് പാറ്റേൺ. ഞാൻ എല്ലാം കഴിക്കുന്നുണ്ട്. എനിക്ക് വായിക്ക് രുചി വരുന്ന എല്ലാം ഞാൻ കഴിക്കുന്നുണ്ട്. പണ്ട് ഉപയോഗിക്കാതിരുന്ന പച്ചക്കറികളും ഫ്രൂട്ട്സ് എല്ലാം ഇപ്പോൾ കഴിക്കുന്നുണ്ട്. ഫ്രൂട്ട്സൊക്കെ നന്നായിട്ട് കഴുകിയിട്ട് തോലൊക്കെ ചെത്തിയിട്ടാണ് ഇപ്പോൾ കഴിക്കുന്നത്. ആപ്പിളൊക്കെ തോല് ചെത്തിയിട്ടേ കഴിക്കാറുള്ളൂ. ഗ്രേപ്സ് എന്നോട് പിന്നെ കീമോയുടെ സമയത്ത് കഴിക്കേണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, പക്ഷേ അതിന് ശേഷം ഉപയോഗിച്ചോളാൻ പറഞ്ഞു. ഇപ്പോൾ ഗ്രേപ്സൊക്കെ കഴിക്കാം. പിന്നെ പൈനാപ്പിൾ കഴിക്കേണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ പൈനാപ്പിളൊക്കെ കഴിച്ചു തുടങ്ങി. എന്നോട് കഴിച്ചോളാൻ പറഞ്ഞു. പിന്നെ വേറെന്താ, പിന്നെ അങ്ങനെ ഒന്നും കഴിക്കേണ്ടായിരുന്നു പറഞ്ഞില്ല. പിന്നെ വറുത്തതും പൊരിച്ചതും കുറയ്ക്കാനായിരുന്നു പറഞ്ഞത്. ഇപ്പോൾ അതൊക്കെ കുറവാണ്, അതൊന്നൊക്കെ ഞാൻ അങ്ങനെ കഴിക്കാറില്ല. ഇതാണ് എൻ്റെ ഇപ്പോഴത്തെ ഫുഡ് പാറ്റേൺ. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ തന്നെ മെയിൻറ്റെയിൻ ചെയ്യണമെന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ കൂടുതലായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ റെഡ് മീറ്റ് കുറയ്ക്കുക, വറുത്തത് പൊരിച്ചത് കുറയ്ക്കുക, എണ്ണക്കടികൾ കുറയ്ക്കുക, ചോറിൻ്റെ അളവ് കുറച്ചിട്ട് പകരം വേറെ എന്തെങ്കിലും സാലഡുകളൊക്കെ ആയിട്ട് ഉപയോഗിക്കുക. പയറുവർഗ്ഗങ്ങളും പച്ചക്കറികൾ, മുട്ട, പിന്നെ നട്ട്സ്, ഇതെല്ലാം ഫ്രൂട്ട്സ്, ഇതെല്ലാം നമ്മുടെ ഒരു ദിവസത്തെ ഫുഡിൽ പരമാവധി ഉൾപ്പെടുത്താൻ ശ്രമിക്കുക. ബോഡി വെയ്റ്റ് കൂടാതെ നോക്കുക. ഇത്രയും മാത്രം. ഒരു ദിവസം 3 ലിറ്റർ വെള്ളമെങ്കിലും കുടിക്കാൻ ശ്രമിക്കുക. ഇത്രയും മാത്രമേ ഉള്ളൂ. പുറത്തുള്ള ഫുഡ്, ഫാസ്റ്റ് ഫുഡ് പരമാവധി ഒഴിവാക്കാം. ഇടയ്ക്കൊന്ന് കഴിക്കാൻ മനുഷ്യനല്ലേ, നമുക്ക് കൊതിയൊക്കെ തോന്നില്ലേ. അപ്പോൾ എത്ര നാൾ ഈ പുല്ലും വെള്ളമൊക്കെ കുടിച്ചിരിക്കും. ഇടയ്ക്കൊക്കെ ഒന്ന് ടേസ്റ്റ് നോക്കുന്നതൊന്നും കുഴപ്പമൊന്നും ഉണ്ടാവില്ല. പക്ഷേ അത് നമ്മുടെ ആരോഗ്യം എങ്ങനെയാണോ അതുപോലെ. അപ്പം നിങ്ങളും നല്ലൊരു ഡയറ്റ് സ്വന്തം ഉണ്ടാക്കിയെടുക്കുക. മറ്റുള്ളവരുടെ ഡയറ്റ് നോക്കി അത് എങ്ങനെയാണ് എന്ന് നിങ്ങൾ ചെയ്യാതെ നിങ്ങൾ സ്വയം ഒരു ഡയറ്റ്, നിങ്ങളുടെ ശരീരത്തിന് സ്യൂട്ടായ ഒരു ഡയറ്റ്, നല്ലൊരു ഡയറ്റ് പ്ലാൻ നിങ്ങൾ തന്നെ ഉണ്ടാക്കിയെടുക്കുക. അതായിരിക്കും ഏറ്റവും നല്ലത്. ഒരു ന്യൂട്രീഷൻ്റെ സഹായമോ അല്ലെങ്കിൽ ഡോക്ടറുടെ സഹായമോ ഒന്നും വേണ്ട. നമ്മുടെ ശരീരത്തിന് ഏത് ഡയറ്റാണോ പറ്റിയത്. ഇപ്പോൾ എൻ്റെ ഈ വീഡിയോ കാണുന്ന ആൾക്കാർ ചിലപ്പം ഷുഗർ, കൊളസ്ട്രോൾ അല്ലെങ്കിൽ പ്രഷറൊക്കെ ഉള്ള ആൾക്കാർ, അവരോട് ഞാൻ കുറേ ഫ്രൂട്ട്സ് കഴിക്കണം, എന്തെങ്കിലും കുറേ അത് കഴിക്കണം, ഇത് കഴിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് ഷുഗറോ പ്രഷറോ ഒന്നുമില്ല. ഞാൻ കഴിക്കുന്ന സാധനങ്ങളൊക്കെ അവർക്ക് കഴിക്കാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ അതെല്ലാം ശ്രദ്ധിച്ച് അവനവന് പറ്റുന്ന ഒരു ഡയറ്റ് അവനവൻ ഉണ്ടാക്കിയെടുക്കുക. അപ്പം പ്രഷറുള്ള ആൾക്കാർക്കാണെങ്കിൽ ചിലപ്പോൾ ഉപ്പൊക്കെ കുറയ്ക്കേണ്ടി വരും. അപ്പോൾ അതിനനുസരിച്ചുള്ള ഒരു പാറ്റേൺ ഉണ്ടാക്കിയെടുക്കുക. അധികം സ്പൈസി ആയ ഫുഡുകളും കുറയ്ക്കാൻ ശ്രമിക്കുക.
അപ്പോൾ ഇതാണ് എൻ്റെ ഫുഡ് പാറ്റേൺ. നല്ലൊരു ഫുഡ് പാറ്റേൺ. നിങ്ങൾ സ്വയം ആരോടും ചോദിക്കേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ വയറിന് പറ്റിയത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട രുചിയിൽ നിങ്ങൾ ഉണ്ടാക്കിയെടുക്കുക. അതിൽ ഞാൻ ഈ പറഞ്ഞ കുറച്ച് സാധനങ്ങൾ ഒന്ന് അവോയ്ഡ് ചെയ്യാൻ ശ്രമിച്ചാൽ നല്ലൊരു ഫുഡ് പാറ്റേണായി. എൻ്റെ അഭിപ്രായത്തിൽ അതാണ്. അപ്പോൾ നിങ്ങളങ്ങനെ ശ്രമിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. പിന്നെ നല്ല നല്ല ഫുഡ് പാറ്റേൺ ഡോക്ടേഴ്സൊക്കെ പറഞ്ഞു തരികയാണെങ്കിൽ നിങ്ങൾ അങ്ങനെ ചെയ്തോളൂ കേട്ടോ, അത് നിങ്ങളുടെ ഇഷ്ടം. ഞാൻ എന്തായാലും എൻ്റെ ഡോക്ടറിനോട് എല്ലാം കഴിക്കാനാണ് പറഞ്ഞത്. ഞാനെല്ലാം കഴിക്കുന്നുണ്ട്. ഞാൻ എൻ്റെ പഴയ ദുശീലങ്ങളൊക്കെ ഞാൻ കുറേ ഒഴിവാക്കി. ദുശീലങ്ങൾ എന്ന് ഉദ്ദേശിച്ചത് ഫാസ്റ്റ് ഫുഡാണ് കേട്ടോ. നന്നായിട്ട് ഫാസ്റ്റ് ഫുഡ് കഴിക്കുമായിരുന്നു. ഇപ്പോൾ കുറേ ഒഴിവാക്കി. അപ്പോൾ ഇടയ്ക്കൊക്കെ ഒന്ന് കഴിക്കും, അത്രയേ ഉള്ളൂ. കൊതിക്കും മാത്രം, അത്രയേ ഉള്ളൂ. ഞാൻ വെള്ളം കുടിക്കാത്ത ആളായിരുന്നു, നന്നായിട്ട് വെള്ളം കുടിക്കാൻ തുടങ്ങി. ബോഡി വെയിറ്റ് ഇനി കൂടാതെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോവുകയാണ്. ചോറ് കഴിക്കും, അതൊരു നേരമേ ഉള്ളൂ. അങ്ങനെയാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങളും നല്ലൊരു ഫുഡ് പാറ്റേൺ കണ്ടുപിടിക്കും.